ഫ്രാങ്ക്ലിൻ മോനെ, എന്നെ രക്ഷിക്കൂ ഫ്രാങ്ക്ലിൻ മോനെ. അയ്യോ ഫ്രാങ്ക്ലിൻ മോനെ, ഞാൻ ഇത്രയും നാള് പോലീസിലുള്ള ജയിലിലായിരുന്നു കിടന്ന. അയ്യോ എൻ്റെ ഫ്രാങ്ക്ലിൻ മോനെ, ഇപ്പൊ എന്നെ പ്രിസണിലോട്ട് കൊണ്ടുപോവാണ് ഫ്രാങ്ക്ലിൻ മോനെ. എന്നെ രക്ഷിക്കൂ ഫ്രാങ്ക്ലിൻ മോനെ. മോനെ, എന്നെ പോലീസുകാർ MVD എല്ലാവരും കൂടെ നേരെ പ്രിസണിലോട്ട് കൊണ്ടുപോവാണ്. മോനെ ഫ്രാങ്ക്ലിനെ, എന്നെ രക്ഷിക്കും മോനെ. മോനെ ഫ്രാങ്ക്ലിനെ, എന്നെ രക്ഷിക്കും മോനെ. അല്ലെങ്കിൽ ഞാൻ ആ പ്രിസണിൽ കിടന്ന് ചാവുന്നതാണ്. എൻ്റെ ഫ്രാങ്ക്ലിൻ മോനെ, എന്നെ രക്ഷിക്കും മോനെ, പ്ലീസ് മോനെ. അയ്യോ, ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ. ഫ്രാങ്ക്ലിൻ മോനെ, ഷിൻചാൻ മോനെ, പിൻചാൻ മോനെ, എല്ലാവരും എന്നെ രക്ഷിക്കണേ. അയ്യോ ഫ്രാങ്ക്ലിൻ മോനെ, എന്നെ രക്ഷിക്കും മോനെ. അതെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മുടെ ഗ്രാനി അമ്മ ഇവിടെ വീട്ടിലില്ലാത്തോണ്ട് എന്തോ ഒരിതുപോലെ അല്ലേ? ആടാ ഷിൻചാനെ. അതെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, പാവം കേട്ടോ നമ്മുടെ ഗ്രാനി അമ്മായി. അന്ന് എന്തിനും ഫ്രാങ്ക്ലിൻ ചേട്ടൻ പോലീസിന് ഗ്രാനിയെ പിടിച്ചെടുത്തപ്പോൾ ഫ്രാങ്ക്ലിൻ ചേട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പം ഫ്രാങ്ക്ലിൻ ചേട്ടൻ നല്ല വിഷമമുണ്ട്, ഞങ്ങൾക്ക് അറിയാം കേട്ടാ. ആടാ ഷിൻചാനെ, പിഞ്ചാനെ, ടൈഗറെ, ഗ്രാനി നമ്മുടെ ഈ വീട്ടിലില്ലാത്തതുകൊണ്ട് എന്തോ ഒരു ഇതുപോലെ. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ വണ്ടി എല്ലാം തന്നെ എന്തായാലും ഉണ്ട് കേട്ടാ. ഇപ്പം ഏകദേശം 3 മാസം ആയിട്ടുണ്ട് കേട്ടോ പോലീസുകാരൊക്കെ ഗ്രാനിയെ പിടിച്ചോണ്ട് പോയിട്ടൊക്കെ. ഗ്രാനി വീട്ടിലില്ലാത്തതുകൊണ്ട് എന്തോ ഒരു ഇതുപോലെയാണ് കേസൊക്കെ. ഒരു മരണ വീട് പോലെയാണ് ഈ വീട് ഇപ്പോൾ നിൽക്കണമെന്ന് വെച്ചാലൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ ഗ്രാനി ICU മോനെ എന്നൊക്കെ വിളിച്ച് എന്നെ, ഷിൻചാനെ, പിഞ്ചാനെ എല്ലാവരെയും വിളിച്ചൊക്കെ വരുമായിരുന്നു. ഓക്കെ, അത് മാത്രമല്ല ഗ്രാനിയുടെ പുട്ടും കടലൊന്നും ഇപ്പം കിട്ടൂല കേസൊക്കെ. ഞങ്ങളിപ്പോൾ ഏത് നേരം വെളിയിൽ നിന്നാണ് കേസ് ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ ഓക്കെ. ചായ പോലും വീട്ടിലിട്ട് കുടിക്കൂല കേസൊക്കെ. എല്ലാം പാവം നമ്മുടെ ഗ്രാനിയായിരുന്നു നമുക്കെല്ലാം ചെയ്തു തന്നിരുന്നത്. ഓക്കെ, എന്നിട്ട് ഗ്രാനിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ ഗ്രാനിയെ തള്ളി പറഞ്ഞല്ലേടാ ഷിൻചാനെ, പിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ പ്ലീസ് ചേട്ടാ, നമ്മുടെ ഗ്രാനിയെ ഇന്ന് പ്രിസണിലോട്ട് കൊണ്ടുപോകുന്ന ദിവസമാണ്. ഗ്രാനിയെ പ്രിസണിലോട്ട് കൊണ്ടുപോകണമെന്നാ? എടാ ഷിൻചാനെ, പിഞ്ചാനെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? എടാ ഗ്രാനിയെ പ്രിസണിൽ കൊണ്ടുപോയി നമ്മൾ പിന്നെ എങ്ങനെയാണ് ഗ്രാനിയെ രക്ഷിക്കും? ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ ഗ്രാനിയെ രക്ഷിച്ചു പറ്റും. ആടാ ഷിൻചാനെ, പിഞ്ചാനെ, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കേട്ടാ. പാവം നമ്മുടെ ഗ്രാനി. ഓക്കെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാനുകളൊക്കെ നമ്മളടുത്ത് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ട് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടാ, ഗ്രാനിയെ രക്ഷിക്കണ വീഡിയോ കണക്ക് ഇടണമെന്നൊക്കെ. അതുകൊണ്ടാണ് നമ്മളെന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ എടാ ഷിൻചാനെ, പിഞ്ചാനെ, നമുക്കിപ്പോൾ എങ്ങനെയാണ് ഗ്രാനിയെ നമ്മൾ രക്ഷിക്കും? അതാണ് എനിക്ക് അറിഞ്ഞൂടാത്ത. നമ്മുടെ ഗ്രാനിയെ ഇപ്പോൾ പ്രിസണിലോട്ട് കൊണ്ടുപോകുന്ന കാര്യം ഒരു പോലീസ് ഓഫീസർ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഗ്രാനിയെ രക്ഷിക്കണം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ചേട്ടൻ പറഞ്ഞത് ശരിയാണ് കേട്ടാ. നമുക്കപ്പോൾ ഗ്രാനിയെ നമുക്ക് ജയിലിൽ ചാടിപ്പിച്ച് രക്ഷപ്പെടുത്തിയല്ല. ജയിലിൽ ചാടിക്കാനാ? എടാ ഷിൻചാൻ ഇതുവല്ല നടക്കുമോ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് എങ്ങനെയുള്ള ഗ്രാനിയെ രക്ഷിച്ചു പറ്റുമോ? എൻ്റെ പൊന്നു ഫ്രാങ്ക്ലിനെ, എനിക്കാണെങ്കിൽ ഗ്രാനിയുടെ ഏതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് പാറ്റിയൊക്കെ വെച്ച് ഉണ്ടാക്കിയ ബർഗർ തന്നെ കൊതിയാണ്. ഫ്രാങ്ക്ലിനെ പ്ലീസ്, ഫ്രാങ്ക്ലിനെ എങ്ങനെയെങ്കിലൊക്കെ പൈസ കൊടുത്തോ, എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ഗ്രാനി പുറത്തിറക്ക്. എടാ ഷിൻചാനെ, പിഞ്ചാനെ, ഞാൻ എന്തിനു പൈസ കൊടുത്ത് ഇറക്കണം? ഞാൻ മനഃപൂർവ്വം ഒന്നല്ലല്ലോ ഗ്രാനിയെ വണ്ടി വെച്ച് പിടിച്ച് വിട്ടത്. ഞാനിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇറക്കുമെന്നാണ് അറിയണം. എന്തായാലും പൈസ കൊടുത്ത് ഇറക്കില്ല, പൈസക്ക് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ചുമ്മാ അവന്മാർക്ക് പൈസ കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടാ. ഗ്രാനി മനഃപൂർവ്വം വണ്ടി എടുത്തുകൊണ്ട് പോയതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. പക്ഷെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഗ്രാനി രക്ഷിച്ചു പറ്റും, അത് നമ്മുടെ ആവശ്യമാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്കിപ്പോൾ എന്തല്ലേ നമ്മുടെ ലാൻഡ് ക്രൂസർ എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ടോ? ആടാ ഷിൻചാനെ, നമ്മളിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത വണ്ടിയാണ് കേട്ടോ ലാൻഡ് ക്രൂസർ എന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തതായേ ഉള്ളൂ കേസൊക്കെ. അപ്പോൾ തന്നെ നമ്മൾ മേടിച്ചായിട്ട് ഈ വണ്ടിയാണ്. അത്യാവശ്യം നല്ല പൈസ ഉണ്ട് കേട്ടാ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇനി 2 വണ്ടി ഉണ്ടല്ലോ കേസ്, സിയാനും പിന്നെ മറ്റേ വണ്ടി എൻ്റെ വേറെ. ഓക്കെ, എടാ ഷിൻചാനെ, പിഞ്ചാനെ, ടൈഗറെ, നമുക്കിപ്പോൾ നേരെ എന്തായാലും എങ്ങോട്ട് പോകണം എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യമില്ല കേട്ടാ. കാരണം വെച്ചാൽ ഗ്രാനി അവിടെയൊന്നുമില്ല. നമുക്കിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നേരെ നമ്മുടെ ഏതാണ് നമ്മളിപ്പോൾ നേരെ നമ്മുടെ എൻ്റെ പേരെന്തായിരുന്നു, ഇന്ത്യൻ പ്രിസണിലോട്ട് അങ്ങ് പോകട്ടെ. ഇന്ത്യയിലുള്ള മെയിനായിട്ടുള്ള പ്രിസണിൽ പോകാം. ഓക്കെ, നമുക്കപ്പോൾ ആ ജയിലിൽ പോയിട്ട് നമുക്ക് എങ്ങനെയാണ് ഗ്രാനിയെ രക്ഷിക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ കോടതിയിലൊക്കെ വെച്ച് നമ്മളെന്തായാലും മാക്സിമം ഒരു വക്കീലിനെ കൊണ്ട് നമ്മളെന്തായാലും നോക്കി കേസൊക്കെ. പക്ഷേ നടക്കണില്ല കേസൊക്കെ. അത്രയ്ക്ക് വലിയ കേസാണ് നമ്മുടെ ഗ്രാനിക്കെതിരെ നടന്നതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കപ്പം വേറെയും കുറേ ഇഷ്ടം പോലെ പൈസ എന്നാലും പോയിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. പക്ഷെ ഒരു സീനെന്ന് വെച്ചാൽ കേസ് നമ്മുടെ മറ്റേ ഒരു എത്ര രൂപ, 50,000 രൂപയോ 1,00,000 രൂപ എന്തോ ആയിരുന്നില്ല വണ്ടിയുടെ ഫുൾ എമൗണ്ട് അടയ്ക്കാനായിട്ട്. ഓക്കെ, അത് പക്ഷെ അടയ്ക്കരുത്. ഓക്കെ, പക്ഷെ ടാക്സി ഇപ്പം എല്ലാം കൂടെ കൂടി ഇപ്പം ഏകദേശം
1 കോടിയോളം ആയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. 1 കോടിയിൽ അതൊക്കെ മേലെ എന്തോ ആണ് കേസ് സംഭവം ചിലവ് എന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമ്മൾ താമസിച്ച് പോയോണ്ടാണ് കേട്ടാ. അറ്റ്ലീസ്റ്റ് 2.5 കോടിയെങ്കിലും വരും കേസ്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു സീനുണ്ട്. അപ്പോൾ 2.5 കോടി കൊടുത്ത് പോലീസ് സ്റ്റേഷനിലൊന്ന് ഗ്രാനി ഇറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കേസ്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഗ്രാനി അല്ലാതെ രക്ഷിച്ചാൽ പറ്റും. ഓക്കെ, അല്ലാതെ ഗ്രാനി എപ്പോഴും ജയിലിട്ടിരിക്കാൻ പറ്റില്ല. പാവം കേസ്. നമ്മുടെ ഗ്രാനിയെ നിങ്ങൾ തന്നെ പറ കേസ്. ഓക്കെ, ഗ്രാനി ഒരു പാവമല്ലേ കേസ്. ഓക്കെ, പുള്ളി നമുക്ക് എങ്ങനെയെങ്കിലും ഇറക്കിയേ പറ്റൂ കേസ്. ഓക്കെ, പോരാത്തതിന് എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയും കൂടെയാണ് ഗ്രാനി എന്ന് വെച്ചാൽ. ഓക്കെ, ഒരമ്മയുടെ സ്ഥാനമാണ് കേസ് ഞാൻ ഗ്രാനിക്ക് കൊടുത്തിരിക്കുകയെന്ന് വെച്ചാൽ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഗ്രാനിയെ രക്ഷിച്ചാൽ പറ്റും. ഓക്കെ, ഇന്ത്യയിലുള്ള പ്രസിഡന്റിലോട്ട് അങ്ങനെ കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും നേരെ നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ട് ഏകദേശം നമ്മളെന്തായാലും പ്രിസന്റ് അടുത്തോട്ട് എന്തായാലും എത്താറായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കണക്കാണ് നമ്മുടെ പ്രിസന്റ് കണക്കാണ്. എൻ്റെ മോനെ നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ എത്തി നമ്മൾ വേറെ എൻഡവറെ കൊണ്ട് ഇടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ ഇന്ത്യൻ പ്രിസൺ കണക്ക് പറഞ്ഞ ഏരിയ എന്ന് വെച്ചാൽ. ഓക്കെ, ഇവിടെ എന്തായിരുന്നു നമ്മുടെ പ്രിസൺ കണക്ക് ഏതായാലും ഉള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മൾ കുറേ ദൂരം ഓടിച്ചോടിച്ചാണ് പറഞ്ഞതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ നമ്മുടെ പ്രിസൺ കണക്ക് തപ്പാൻ കേസ്. ഓക്കെ, ഇവിടെ ആയിരുന്നല്ലോ നമ്മുടെ പ്രിസൺ കാര്യങ്ങളൊക്കെ. നമ്മുടെ പ്രിസൺ ഇതാണ് കേസ് ഇവിടെ പ്രിസൺ എന്ന് വെച്ചാൽ. ഓക്കെ, ഈ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ പ്രിസൺ എന്ന് വെച്ചാൽ കേസ്. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിസൺ എന്ന് വെച്ചാൽ. പ്രിസണിൻ്റെ ജയിലങ്ങോട്ട് ബാക്കിലെന്തോ ആണ് കേസ്. ഓക്കെ, പക്ഷേ ഇതാണ് പ്രിസൺ എന്ന് വെച്ചാൽ. ഈ സൈഡിൽ കാണുന്ന ബിൽഡിംഗ് എന്ന് വെച്ചാൽ. നമുക്കപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ പക്ഷേ പോലീസുകാരുടെ വണ്ടി ഒന്നും കാണാനല്ലേ കേസ്. ഓക്കെ, മിക്കവാറും അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്കെന്താണ് നമ്മുടെ ലാൻഡ് ക്രൂസർ ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്യാൻ കേസ്. ഓക്കെ, നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഒരു ഇതും കൂടെ നോക്കണമല്ലോ കേസ്. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ നടന്ന് നമുക്ക് നേരെ ബാക്കിലോട്ട് പോകാം. എന്നിട്ട് നമ്മുടെ ഗ്രാനി എവിടെയെങ്കിലും കണ്ടാൽ നമുക്ക് എന്തായാലും അപ്പം തന്നെ എന്തായാലും ഗ്രാനിയെ രക്ഷിച്ചുകൊണ്ട് എന്തായാലും പോകാം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും നേരെ എന്തായാലും ഇവിടെ പ്രിസണിൻ്റെ ഓരോ ജയിലിലും നമുക്ക് എന്തായാലും കയറി നോക്കാണ്ട്. നമ്മുടെ ഗ്രാനിയെ മുമ്പേ തന്നെ എന്തായാലും ഇവിടെ കൊണ്ടുപോകും. ഇവിടെ ഇഷ്ടം പോലെ ജയിലുകൾ നമുക്ക് എന്തായാലും ഉണ്ട്. ഇതൊരു ജയിൽ, ഇതൊരു ജയിൽ, അതുപോലെ ഇതൊരു ജയിൽ, അവിടെ ഒരു ജയിൽ, അങ്ങനെ കുറേ ജയിലുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഈ ഒരു ജയിലുകളൊക്കെ ഫസ്റ്റ് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഗ്രാനി ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ആ ഒരു ജയിൽ നമ്മൾ മൊത്തത്തിൽ നമ്മളെന്തായാലും സെർച്ച് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ആ ഒരു ജയിലിനകത്ത് നമ്മുടെ ഗ്രാനിയും കണക്ക് എന്തായാലും ഇല്ല കേട്ടോ. നമ്മൾ ഫുള്ള് അരിച്ചുറക്കി നോക്കിയാൽ ശരി ഈ ഒരു ജയിൽ കണക്ക് നമ്മുടെ പ്രിസണിലുള്ള ഈ ഒരു ജയിൽ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിലോട്ടോ ഇതൊരു ജയിൽ തന്നെയാണ്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു ജയിലൂടെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്തിട്ട് എന്നാലും വരാം. ഓക്കെ, പൊന്ന് കേസ് എനിക്ക് വയ്യ കേസ്, ഞാൻ മടുത്ത് കേട്ടോ. ഇവിടുത്തെ എല്ലാ ഏരിയകളും ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ അടുത്ത ജയിലാണ് കേട്ടോ. നമുക്കപ്പോൾ ഈ ഒരു ജയിലൂടെ ഫുള്ളൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഈ ഗ്രാനി അവന്മാർ ഏത് ജയിലാണ് കൊണ്ടിട്ടിരിക്കണമെന്ന് അറിഞ്ഞൂടെ കേസ്. ഓക്കെ, നമുക്കതായാലും ഈ ഒരു ജയിൽ ഫുള്ളായിട്ട് ആരും കാണാതെ സെർച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, എൻ്റെ പൊന്ന് കേസ് എനിക്ക് വയ്യ കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഏരിയ മൊത്തത്തിൽ നമ്മളെന്തായാലും സെർച്ച് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നേരെ അവിടെ പ്രിസണിലുള്ള മെയിൻ ഓഫീസ് പിന്നെ പാർക്കിംഗ് ഏരിയ ഒക്കെ പറഞ്ഞാൽ ആ ഒരു ഏരിയയിലോട്ട് പോകണം. എൻ്റെ മോൻ ഇവിടെ ഇഷ്ടം പോലെ കാറുകളൊക്കെയാണ് ഗൈസ്. ഒരു സെക്കൻഡ്, ആ കാർ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഗൈസ്. ആ കിടക്കണ ഈ ഒരു SUV ഉണ്ടാ, ഈ ഒരു SUV കണ്ട ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഇത് പോലീസിൻ്റെ മെയിൻ ആയിട്ടുള്ള വണ്ടി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഗൈസ്. ഈ ഒരു കാറിലാണ് നമ്മുടെ ഗ്രാനിയെ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഇതേപോലത്തെ 7-8 വണ്ടികളെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒരെണ്ണതാണ്ട് അവിടെ കിടപ്പുണ്ട്. പക്ഷെ അതല്ല, അത് പാർക്ക് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഇപ്പോഴായിട്ട് വന്ന വണ്ടി അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നണ കേസ് ഈ ഒരു വണ്ടിയിലായിരിക്കും മിക്കവാറും നമ്മുടെ ഗ്രാനിനെ കണക്കെ കൊണ്ടുവന്നെന്ന് വെച്ചാൽ. ഓക്കെ, ആ വണ്ടിക്കകത്ത് ഇനി ഗ്രാനി ഉണ്ടാകും. ഓക്കെ, അതെനിക്കറിയണം. ഓക്കെ, നമുക്ക് നല്ല ഈ എൻ്റെ മോനെ ഗൈസ് നമ്മുടെ ലംബോർഗിനി സിയാൻ താണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഗ്രാനി താണ്ട് നമ്മുടെ കേസിൽ കണക്ക് മെയിനായിട്ട് പെടുത്തിയ വണ്ടി കണക്ക് ഇതാണ് ലംബോർഗിനി സിയാൻ. ഓക്കെ, ഇവന്മാർക്ക് ലംബോർഗിനി ഉണ്ടാ, ഇവന്മാർക്കൊക്കെ ലംബോർഗിനിയുടെ വെനേന ഉണ്ട് കേട്ടാ. വെനേന മാത്രമല്ല ഫോർച്യൂണർ ഉണ്ട്. അതുപോലെ നമ്മളെ ഗ്രാനിയെ കൊണ്ടുവന്ന പോലത്തെ ആ ഒരു SUV ഉണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ലംബോർഗിനിയാണ് കേസ്. ഓക്കെ, എൻ്റെ മോനെ നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ എങ്ങനെയാണ് അത് പൊട്ടിയതൊക്കെ എനിക്കറിയണം. ഗ്രാനിയെ മിക്കവാറും തല്ലി പൊട്ടിച്ചായിരിക്കും ഇതൊക്കെ. നമ്മുടെ ലംബോർഗിനി സിയാനാണ് കേസ് ഈ കിടക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മളെ മറ്റേ എൻഡവർ സോറി നമ്മുടെ ഒരു എൻഡവർ ഉണ്ടായിരുന്നല്ലോ റെഡ് കളർ, അതെവിടെയാണെന്ന് കേസ്. ഓക്കെ, അത് മിക്കവാറും പോലീസ് സ്റ്റേഷനിലായിരിക്കും വെച്ചാൽ. ഇതാണ് മെയിൻ ആയിട്ടുള്ള വണ്ടി എന്ന് വെച്ചാൽ. ഈ ഒരു വണ്ടിയിലാണ് നമ്മുടെ ഗ്രാനിക്കെതിരെ കേസുകളൊക്കെ വന്നതെന്ന് വെച്ചാൽ. അത് നമുക്കെതിരെ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ഈ വണ്ടിയെ കൊണ്ടുപോകത്തുള്ളൂ. ഓക്കെ, നമ്മുടെ മറ്റേ വണ്ടിയില്ല, എൻ്റെ വേറെ എന്തൊരു അയ്യോ നമ്മുടെ മറ്റേ വണ്ടി ഏതായിരുന്നാ മറ്റേ നമ്മുടെ എൻഡവറില്ല, എൻഡവർ. ഓക്കെ, എൻഡവർ നമുക്ക് അല്ലാതെ ഗ്രാനി എസ്കേപ്പ് ആവാൻ നോക്കിയ സമയത്ത് പൊക്കിയ വണ്ടികളൊക്കെയാണ്. പക്ഷെ അതും ഇവിടെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് കേട്ടാ. എന്തായാലും അത് പിന്നെ എപ്പോഴും അവർ കൊണ്ടുവരുമായിരിക്കും കേട്ടാ. പക്ഷെ ഇവിടെ എന്തോ ഒരു ആൾക്കൂട്ടവും കാര്യങ്ങളും. ഓക്കെ, ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും പ്രസിഡൻ്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഓഫീസറിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് വന്നിട്ട് ഒരു ഓഫീസറിനോട് നമുക്ക് നൈസായിട്ട് ചോദിച്ച് നോക്കാം കേസ്. ഗ്രാനി എന്നൊരാളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങോട്ട് ഫുള്ള് ബ്ലോക്കാണല്ലോ, ഇതെന്താണ് നട് റോട്ടിൽ ഇപ്പോൾ ഒരു കാർ കൊണ്ടിട്ടിരിക്കണം. ഓക്കെ,
നമുക്കപ്പോൾ നേരെ എന്തായാലും മെയിനായിട്ടുള്ള ഓഫീസിലോട്ട് പോകാം ഗൈസ്. എന്നിട്ട് നമുക്ക് എന്തായാലും സംസാരിച്ച് നോക്കാം നമ്മുടെ ഗ്രാനി എങ്ങനെയെങ്കിലും വിട്ട് തരുമെന്ന് ഫ്രീ ആയിട്ട്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ എന്തായാലും ഫുള്ളായിട്ട് നമ്മളെന്തായാലും സെർച്ച് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഓഫീസുകളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇതാണ് ഗൈസ് മെയിനായിട്ടുള്ള നമ്മുടെ ഓഫീസ് എന്ന് പറയണം ഗൈസ്. ഈ ഒരു പ്രസിഡന്റ് മെയിനായിട്ടുള്ള തലവനുകളൊക്കെ ഇയാളുകളൊക്കെയാണ് കേട്ടോ. മെയിനായിട്ടുള്ള ലീഡറുകളൊക്കെ ഇയാളാണ് കേട്ടോ. അയ്യോ ഹലോ സാറേ, അപ്പം ഞാൻ ഇപ്പോൾ എന്താണ് പറയാമെന്ന് വെച്ചാൽ, എനിക്കറിയാം മറ്റേ ഗ്രാനിയുടെ കേസല്ലേ, ഗ്രാനി ഞങ്ങൾ വിട്ടുതരുമെന്ന് നീ വിചാരിക്കുക പോലും ചെയ്യണ്ട കേട്ടാ. കാരണം വെച്ചാൽ ഗ്രാനി വലിയൊരു തെറ്റാണ് ചെയ്തേക്കണേ. ഗ്രാനി നേരത്തെ വണ്ടി എടുത്തുകൊണ്ട് എസ്കേപ്പ് ആവാൻ നോക്കിയ സമയത്ത് തന്നെ ഏകദേശം ഇഷ്ടം പോലെ പേര് ഇടിച്ചു കൊന്നിട്ടുണ്ട്. കുറേ പേര് ഇപ്പോൾ ICUവിൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അത് മാത്രമല്ല, കുറേ പേർക്ക് നല്ല രീതിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, പോലീസുകാരുടെ കുറേ വണ്ടിയിൽ ഇടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. കുറേ പോലീസുകാരന്മാരെ കൊന്നും കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാനിയെ നമുക്ക് വിടാൻ പറ്റൂല കേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇപ്പം എത്ര രൂപ അടച്ചാലും നിനക്ക് ഗ്രാനിയെ വിട്ടുതരാൻ പറ്റൂല കേട്ടാ. നിനക്ക് പക്ഷെ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. $200 മില്യൺ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് എങ്ങനെയെങ്കിലൊക്കെ ഗ്രാനിയെ പഴയതുപോലെ തിരിച്ചു തരാം. $200 മില്യൺ? താൻ എന്തൊക്കെയാണ് ഈ പറയണത്? എടോ സോറി സാർ എന്തൊക്കെയാണ് ഈ പറയണത്? വെറുതെ ഒരു ക്യാമറയുടെ കേസിനും പിന്നെ കുറച്ച് പേരുടെ ഇടിച്ചിട്ടതിനും പിന്നെ വണ്ടിയുടെ എന്തോ സീനും എല്ലാം കൂടെ കാരണം എന്തിന് $200 മില്യൺ പറയണ? ഗ്രാനിക്ക് മാത്രം $200 മില്യൺ. അപ്പോൾ വണ്ടികൾ കിട്ടൂലേ 2 ഇല്ല ഫ്രാങ്ക്ലിനെ, ആ വണ്ടി ഞങ്ങൾ പൊളിക്കാൻ കൊണ്ടുപോകണം. അത് എത്ര പൈസ എന്തായാലും ഒരിക്കലും തരില്ല. നിനക്ക് ആളെ മാത്രമേ തിരിച്ചിട്ടത്തുള്ളൂ, വണ്ടി തിരിച്ചിട്ടത്തില്ല. കാരണം വെച്ചാൽ വണ്ടി ഫുള്ള് കേസിൽ പിടിച്ചിട്ടിരിക്കണം. ആ വണ്ടി ഇനി 2-3 വർഷം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ പൊളിച്ചോളാം. 2 വണ്ടിയാണ്, ലംബോർഗിനി സിയാനും പിന്നെ എൻഡോർ. പിന്നെ അങ്ങനെ നിങ്ങളങ്ങനെ പറഞ്ഞാൽ പോരെ. ഇവിടെ ഫ്രാങ്ക്ലിനെ, ഞാൻ ആരാണെന്ന് നിനക്കറിയണ്ട കേട്ടാ. നീ എന്നെ വെല്ലുവിളിക്കണം. മെയിനായിട്ടുള്ള തലവനാണ് ഞാൻ, തലവൻ. അതറിയാമോ നിനക്ക്? ഞാൻ മെയിനായിട്ടുള്ള ലീഡറാണ് ഈ ഒരു പോലീസ് ഈ ഒരു പ്രിസണിലുള്ള. എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ, നിനക്ക് ജീവനോടെ ഇവിടെ നിന്ന് പോകണമെങ്കിൽ മര്യാദയ്ക്കോ, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ എല്ലാവരും നിന്നെ ഇവിടെ ആയിട്ട് അടിച്ചു കൊല്ലും കേട്ടാ. മര്യാദയ്ക്ക് എൻ്റെ ഗ്രാനിയെ തിരിച്ചു തന്നു കേട്ടാ, അല്ലെങ്കിൽ കളി മാറും കേട്ടാ. പിന്നെ എങ്ങനെ കളി മാറും? നിൻ്റെ അതിന് വെപ്പൺസ് ഒന്നുമില്ലല്ലോ. എന്നാരും അറിയാം ഇങ്ങനെ അങ്ങ് ഒറ്റ വെടിയാൻ വയ്ക്കുക കേട്ടാ. പിന്നെ നിൻ്റെ കാര്യത്തിൻ്റെ തീരുമാനേ, നീ കുറേ നേരം കിടന്ന് ഷോ അടിക്കണം. അല്ല പിന്നെ അവൻ്റെ മണ്ടക്കിട്ട് തന്നെ വെടിവെക്കുക. നീ ഇനി ജീവനോടെ തിരിച്ചു തരില്ല കേട്ടാ. മര്യാദയ്ക്ക് എൻ്റെ ഗ്രാനിയെ തിരിച്ചു തന്നു കേട്ടാ, അല്ലെങ്കിൽ കളി മാറും കേട്ടാ. ഓക്കെ ഗൈസ്, നമുക്കതല്ലേ ഇവിടെ ഫുള്ളായിട്ട് നമുക്ക് ഗ്രാനി സെർച്ച് ചെയ്യട്ടാ. ഓക്കെ ഗൈസ്, അവിടെ ഭയങ്കര ആൾക്കൂട്ടം. എന്താണ് എൻ്റെ മോൻ, നമുക്ക് 1 സ്റ്റാർ വാണ്ടർ ലെവൽ കിട്ടി ഗൈസ്. ഓക്കെ, അതെന്തെങ്കിലും കാവട്ടെ. ഇവിടെ എന്താണ് എൻ്റെ മോനെ, ഗ്രാനി കാറിനകത്തുണ്ടായിരുന്ന ഫ്രാങ്ക്ലിൻ മോനെ, എനിക്കറിയായിരുന്നു മോനെ നീ എന്നെ രക്ഷിക്കാമായിരുന്നു. എൻ്റെ പൊന്നു ഗ്രാനി, പെട്ടെന്ന് വണ്ടി ഇറങ്ങേ. ഫ്രാങ്ക്ലിൻ മോനെ, എനിക്ക് ഇറങ്ങാൻ പറ്റില്ല മോനെ, ഈ വണ്ടി ലോക്ക് ചെയ്തിട്ടിരിക്കണേ. അങ്ങനെയാണ്. ഒരു മിനിറ്റ് എടാ ഫ്രാങ്ക്ലിനെ, നീ എന്ത് പണിയുടെ കാണിക്കണേ? നീ ആ ഗ്രാനിയെ തട്ടിക്കൊണ്ട് പോകണമെന്നല്ലോ. ഇതെൻ്റെ സ്വന്തം അമ്മയുടെ കൂട്ടുകാരിയാണ്. ഞാൻ അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ കൂടെ വിട്ടുതരുന്നില്ല കേട്ടാ. മര്യാദയ്ക്ക് നിങ്ങൾ അവിടെ തന്നെ ഇരുന്നു കേട്ടാ. ഞാനിപ്പോൾ ഗ്രാനിയെയും കൊണ്ട് ഇവിടെ നിന്ന് പോവാണ്. എൻ്റെ മോൻ, ഇവിടെ ഇപ്പോൾ പോലീസുകാർ മൊത്തം ഇളവില്ലോ. ഇറങ്ങണം അങ്ങോട്ട്. അല്ല പിന്നെ ഓക്കെ, നമുക്കിപ്പോൾ നേരെ എന്തെങ്കിലും വണ്ടി കൊണ്ട് പോകാം. എൻ്റെ മോനെ, നമ്മളങ്ങനെ ഇടിച്ചങ്ങനെ കയറ്റി കാണാം കേട്ടാ. നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഇല്ല, നമ്മുടെ ലംബോർഗിനി സിയാനില്ലേ കേസ്. ഓക്കെ, സിയാൻ. ഓക്കെ, ലംബോർഗിനി സിയാനെ കണക്ക് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എന്തായാലും വെളിയിൽ ഇറക്കണം കേസൊക്കെ. ആ ലംബോർഗിനി സിയാനെ കൊണ്ട് നമുക്ക് എന്തായാലും പോകട്ടെ. ഫ്രാങ്ക്ലിൻ മോനെ, സിയാനെ എടുത്തോണ്ട് പോകാൻ പറ്റില്ല. അതൊന്നും ഗ്രാനി, കാരണം വെച്ചാൽ മോനെ, ആ വണ്ടിയുടെ ബാറ്ററിയുടെ കേബിൾ ആവുമ്പോൾ ഊരിയിട്ട് ബെസ്റ്റ്. ഇനിയിപ്പോൾ അത് വെച്ചോണ്ട് നെയ്യുമ്പോൾ നമ്മളെ വെടിച്ചല്ലോ. നമുക്കപ്പോൾ നേരെ ഈ ലാൻഡ് ക്രൂസർ എടുത്തോണ്ട് പോകാം കേട്ടാ. മോനെ, ഇതെന്താണ് തൊട്ട് ഫ്രണ്ടിൽ തന്നെ പോലീസ് എന്നിട്ട് നീ കണ്ടില്ലേ? ഞാൻ കണ്ടില്ല ഗ്രാനി. ഓക്കെ, നമ്മളങ്ങനെ എല്ലാത്തിനും അടിച്ചിട്ടുണ്ട് കേട്ടാ. നമുക്കപ്പോൾ ഇനി ഈ ഒരു SUV എടുത്ത് മാറ്റാട്ടെ. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ലാൻഡ് ക്രൂസർ എടുത്തോണ്ട് പോകട്ടെ. ഒന്ന് മാറങ്ങോട്ട്, ഈ പേട്ട വണ്ടിയെ കൊണ്ട് എനിക്ക് വയ്യ കേസ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ നമ്മുടെ ലാൻഡ് ക്രൂസർ എടുക്കുക. അത് തന്നെ മതി കേട്ടാ. കാരണം ഇവന്മാരെ വണ്ടി ഒന്നും വേണ്ട കേട്ടോ. ആ വണ്ടി ബുള്ളറ്റ് പ്രൂഫാണ് കേട്ടാ. സിയാൻ്റെ ബാറ്ററിയുടെ അത് വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പണി ഇട്ട് കേസ്. ഓക്കെ, അതുകൊണ്ട് അത് വേണ്ട. ഓക്കെ, ഈ പോലീസുകാർമാർക്കിട്ട് എനിക്ക് ചെറിയൊരു പണികളൊക്കെ കൊടുക്കണം കേസ്. ഓക്കെ, ഇവന്മാർ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചേസ്. ഓക്കെ, ഇവന്മാർ തന്നെയാണ് നമ്മുടെ സിയാനെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചേട്ടാ. ഫ്രാങ്ക്ലിൻ മോനെ, എന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് അവന്മാരാണ് ഈ സിയാൻ്റെ ഗ്ലാസ് തല്ലി പൊട്ടിച്ച് ചതച്ച് വണ്ടി ഫുള്ളടിച്ച് പൊട്ടിക്കണതിന് മുമ്പ് ഞാൻ പറഞ്ഞുകൊണ്ടാണ് അവന്മാർ നിർത്തിയത്. ഗ്രാനി, അതെനിക്കറിയാം. ഇവന്മാർക്കിട്ട് ഒരു ചെറിയൊരു പണി കൊടുക്കണം കേട്ടാ. എൻ്റെ ഗ്രാനി അവന്മാർ പിടിക്കാറില്ല, അത്രയ്ക്ക് ധൈര്യമോ എൻ്റെ പൊന്ന് ഗ്രാനി. ഇനിയിപ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ കാറുകളൊക്കെ എടുക്കും? അതെനിക്കറിയണം മോനെ. നമ്മുടെ വണ്ടിയുടെ ബാറ്ററി പോയി കിടക്കുകയാണ്. വണ്ടി ചിലപ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഗ്രാനി, നമ്മുടെ എൻജോറും പിന്നെ നമ്മുടെ സിയാനും എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടാ. അതിനും എനിക്ക് ചെറിയൊരു പണി ചെയ്യണ്ട കേട്ടാ.
എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെ വണ്ടി മൊത്തം ഞാൻ റോക്കറ്റ് ലോഞ്ചർ ഇട്ട് പൊട്ടിച്ചോളാൻ പോകണം കേട്ടാ. അങ്ങനെ ഇവന്മാരിപ്പോൾ സൂഹിക്കണ്ട കേട്ടാ. ഇവന്മാരെ എല്ലാ വണ്ടിയും റോക്കറ്റ് ലോഞ്ചർ ഇട്ട് പൊട്ടിക്കാൻ വേണം കേട്ടോ. ഇവന്മാരെ മെയിനായിട്ടുള്ള SUV, പിന്നെ ഈ കാറ്, അതേപോലെ തന്നെ ഇവിടെ കണ്ടോ മൊത്തം കാറാണ് കേട്ടോ. എല്ലാത്തിനെ അടിച്ച് പൊട്ടിക്കാൻ പോകണം കേട്ടോ. നമ്മുടെ സിയാനിൽ കൊള്ളാതിരുന്നാൽ മതി കേട്ടാ. സിയാൻ കൊണ്ടില്ല ഇതൊക്കെ. ബാക്കിയുള്ള എല്ലാം അടിച്ച് പൊട്ടിക്കാം കേട്ടോ. എൻ്റെ മോൻ എല്ലാം കത്തി പൊട്ടിത്തെറിക്കും കേട്ടോ. ഓക്കെ, ഒന്നും ബാക്കി വെക്കണ്ട ഇതൊക്കെ. സിയാലിൽ കൊള്ളാതിരുന്നാൽ മതി ഇതൊക്കെ. സിയാലിൽ കൊണ്ടില്ലെന്ന് തോന്നണം കേട്ടാ. സിയാലിപ്പോൾ കൊണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് എങ്ങനെയൊക്കെ ശരിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ മറ്റേ എൻഡവർ സിയാൻ നമുക്ക് തിരിച്ചെടുക്കണം ഇതൊക്കെ. ഇതെന്താണ് അറ്റത്തടക്കണ രണ്ട് പൊട്ടി തെറിക്കണല്ലോ. ഓക്കെ, അതങ്ങനെ കത്തിച്ച എൻ്റെ മോൻ ഇവിടെ പിന്നെ വണ്ടികളോ. ഓക്കെ, ഇതൊക്കെ കത്തിച്ചുള്ള എൻ്റെ മോനെ വന്നതുപോലെ തന്നെ പടമാക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പോലീസുകാരന്മാരിപ്പോൾ എവിടെ നിന്നാണ് വന്നത്? ഓക്കെ ഓക്കെ, എല്ലാത്തിനെ അടിച്ച് നോക്കാൻ വെച്ചു. ഓക്കെ, ഇപ്പം നമ്മളെ വെടിവെക്കാറായി. ഓക്കെ, ഈ ഫ്രാങ്ക്ലിനെ ഇതെന്താണ് ഇവന് കൊള്ളാത്തത്? എന്തേ ഗണ്ണെടുത്ത് ഫയർ അല്ലാതെ ഇപ്പോൾ വേറെ നിവർത്തിയില്ല കേട്ടാ. പക്ഷെ എൻ്റെ മോനെ അവനും കൂടെ അങ്ങ് ചത്തിട്ടുണ്ട് കേട്ടാ. ഫ്രാങ്ക്ലിൻ മോനെ മതി മോൻ്റെ ലൈഫ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഗ്രാനി എനിക്ക് ഒട്ടും തന്നെ വയ്യ കേട്ടാ. ഈ പോലീസുകാരന്മാർ പ്രാന്തടി. ഇവന്മാർ നമ്മളെ വിടൂലേ. ഓക്കെ, ഗ്രാനെ പിടിച്ചിരുന്നു. ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ഫുൾ കൺട്രോളത്ത് എനിക്ക് തോന്നിയ പോലെ ഓടിക്കാൻ പോകണം കേട്ടാ. ഫ്രാങ്ക്ലിൻ മോനെ ഈ ലാൻഡ് ക്രൂസർ ഇവിടെ നിന്ന് കിട്ടി. ഇത് അവന്മാരെ വണ്ടിയല്ലേ? പിന്നെ അവന്മാരെ വണ്ടി ഇത് ഇവിടെ വന്ന സമയത്ത് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എടുത്ത വണ്ടിയാണ് കേട്ടാ. പിന്നെ എല്ലാ അവന്മാരെ വണ്ടിയാവില്ല. അവന്മാർക്ക് കുറേ ലംബോർഗിനി അതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇതിന് എൻ്റെ വണ്ടി അവന്മാരെ വണ്ടിയാക്കണ. ഗ്രാനി വേണമെങ്കിൽ പിടിച്ചിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ ജസ്റ്റ് മിസ്സാണ് കേട്ടോ രക്ഷപ്പെട്ടെന്തായാലും. എൻ്റെ മോനെ ലാൻഡ് ക്രൂസർ തവിട് പൊടിയിട്ടുണ്ട് കേട്ടാ. ലാൻഡ് ക്രൂസറിൻ്റെ എല്ലാ ഡോറും ഏകദേശം ഇളയിപ്പോയിട്ടുണ്ട് കേട്ടാ. പോലീസുകാരന്മാർ ഫുള്ള് നമ്മൾ വളഞ്ഞേക്കാണ് കേട്ടാ. ഇവന്മാർക്കിട്ടൊരു പണി കൊടുത്തേ പറ്റുമോ ഗൈസ്. ഓക്കെ, എന്തായാലും ഇവന്മാർ കുറേ നേരെ കിടന്ന് നമുക്ക് ഇങ്ങോട്ട് കിടന്ന് ഷോ അടിക്കണം ഗൈസ്. ഓക്കെ, ഇവന്മാരെ മൊത്തം അടിച്ച് കീറാൻ പോകണം കേട്ടോ. അവന് ഇറങ്ങാനേ പറ്റില്ല ഗൈസ്. ഓക്കെ, അങ്ങനത്തെ എൻ്റെ മോൻ അടിപൊളി കേട്ടോ. നമ്മുടെ ലാൻഡ് ക്രൂസറും കൂടെ പൊട്ടിത്തെറിച്ചേട്ടാ. കുഴപ്പമില്ല, അതൊക്കെ ശരിയാക്കി എടുക്കുക ഗൈസ്. ഒരു കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും മറ്റേ ഏതാ എൻ്റെ പേരെന്തര് എൻ്റെ എൻഡവർ മറ്റേ ഇതൊക്കെ നശിപ്പിച്ചളങ്ങല്ലോ അവന്മാർ. അതെല്ലാം ഇനിയിപ്പം ശരിയാക്കി എടുക്കണ്ടേ. ഓക്കെ, അതിൻ്റെ കൂടെ ഇതും കൂടെ ശരിയാക്കാട്ടെ. ഇതിവിടെ കിടന്നോട്ടെ. ഓക്കെ, ലാൻഡ് ക്രൂസർ അങ്ങനെ പടമായിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിൽ തീരുമാനം എൻ്റെ മോനെ പപ്പടം പോലെയാണെങ്കിൽ പൊളിഞ്ഞു പോണേ എന്തായാലും. ഓക്കെ, എല്ലാണത്തിനും അടിച്ച് തീർന്നു. ഓക്കെ, ഫ്രാങ്ക്ലിൻ മോനെ എന്നെ രക്ഷിക്കും മോനെ. അയ്യോ, ഞാൻ ഇപ്പൊ ചിക്കൻ ഫ്രൈ ആവും മോനെ. എൻ്റെ പൊന്നു ഗ്രാനി തൽക്കാലത്തേക്കൊന്ന് പിടിച്ചിരുന്നില്ലേ. ഈ പോലീസുകാരന്മാർ എന്തുകൊണ്ട് സ്റ്റാൻഡേർഡായി കാണിക്കണം. ഓക്കെ, ഇവന്മാർ എൻ്റെ മോനെ നമ്മുടെ നെഞ്ചത്തോട്ട് കയറ്റുമോ. പക്ഷെ എൻ്റെ മോനെ നമ്മുടെ അടുത്ത് എത്തിയത് നമ്മൾ അവന്മാരെ ഇവിടെ കിടന്ന് അടിക്കായിരുന്നു. ഓക്കെ, ഇവനെ നമ്മളങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇനി ആറാ ഈ ഫ്രാങ്ക്ലിനത്തോട് അത്രയ്ക്ക് ധൈര്യം. ഓക്കെ, ഇനി ഗ്രാനി ഒരുത്തനെ തൊട്ടുമല്ലോട്ടെ. എൻ്റെ മോനെ പണിപ്പാളിയോടൊക്കെ ഇവിടെ ഇഷ്ടം പോലെ പോലീസുകാരന്മാരാണ്. ഓക്കെ, അവിടെ നിന്ന് ഒരുത്തൻ പറഞ്ഞുണ്ട്. ഓക്കെ, അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ലൈഫ് ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം എല്ലാണത്തിനും അടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടാ. പക്ഷെ എൻ്റെ മോനെ പോടാ അവിടെ നിന്ന് അല്ല പിന്നെ. ഓക്കെ, അവൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. നമുക്കിനിയപ്പോൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ നമുക്ക് ഒട്ടും വയ്യ കേട്ടാ. ഫ്രാങ്ക്ലിൻ മോനെ ഫ്രാങ്ക്ലിൻ മോനെ കേറുക മോനെ. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഗ്രാനി എവിടെ ഗ്രാനി മോനെ ഓടിവാ മോനെ. ഗ്രാനി ഗ്രാനി എനിക്ക് ഒട്ടും വയ്യായിട്ട് എൻ്റെ ലൈഫ് മൊത്തം തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അവന്മാരെ വിട്ടിട്ട് തിരിച്ചു പറഞ്ഞു കേട്ടാ. ഭാഗ്യം നമ്മുടെ വാണ്ട ലെവലെല്ലാം പോയിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ടിപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അതാരാ പറഞ്ഞത്? നീ തീർന്നില്ലേടാ ഇതുവരെയായിട്ട്. ഓക്കെ, ഇവനെ കൂടെ അങ്ങ് അടിച്ച് തീർത്താൽ ഞാൻ കേട്ടാ. അല്ലെങ്കിൽ ഇവ ഇനിയിപ്പോൾ നമ്മളെ അടിച്ച് കൊല്ലാൻ വരിക കേട്ടാ. പോടാ വന്ന് അല്ല പിന്നെ ഇനിയിപ്പോൾ ഓരോരുത്തരും ബാക്കിക്കില്ല കേട്ടോ. എല്ലാണത്തിനെ അടിച്ച് നശിപ്പിക്കാൻ പോകണം. എൻ്റെ വണ്ടി നശിപ്പിച്ചവന്മാരെ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല കേട്ടോ. ഗ്രാനിയെ തൊട്ടവന്മാരെല്ലാണത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കട്ടെ. ഈ ഫ്രാങ്ക്ലിൻ ആരാണെന്ന് ഒരുത്തനും അറിഞ്ഞില്ല കേട്ടോ. ഐ ആം ദി ഗ്യാങ്സ്റ്റർ, ഫ്രാങ്ക്ലിൻ ദി ഗ്യാങ്സ്റ്റർ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് എന്നത്തെ ഒരു വീഡിയോ കാണാം. ഇതോടെ ഈ ഒരു സീരീസ് കണക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത് ഇട്ടേന്ന് വെച്ചാൽ കേട്ടോ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും കിടിലം വീഡിയോ വീണ്ടും വരുന്നതാണ്. ഓക്കെ, എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം തന്നെ എന്തായാലും ചെയ്തെന്തായാലും വെക്കുക കേട്ടോ. നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തെന്തായാലും വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കേസ് എന്തായാലും പുതിയൊരു കിടിലം വീഡിയോ വീണ്ടും വരുന്നതാണ് കേട്ടോ. അപ്പം പുതിയൊരു കിടിലം വീണ്ടും കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.